ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോട്ട് നെക്കും കീ ഹോൾ നെക്കുമാണ് പഠിക്കാൻ പോകുന്നത്. അത് ക്യാൻവാസിൽ കട്ട് ചെയ്യുന്നതും അതിൻ്റെ സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ പേപ്പറിൽ അതായത് പാറ്റേൺ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, റൗണ്ട് നെക്കും നമ്മൾ സ്ക്വയർ നെക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാണണേ. ഈ ഫോൾഡ് ഭാഗത്ത് നിന്നുമാണ് അളവുകൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ രണ്ടായി മടക്കിയതിന് ശേഷം ഫോൾഡ് ഭാഗത്ത് നിന്ന് 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ലെങ്ത്തിൻ്റെ അവിടെ നിന്നും ഇതേപോലെ നെക്ക് വിഡ്ത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ വരയ്ക്കുമ്പം ചെരിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 3 ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്റ്റ് ബോക്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബോക്സ് വരച്ചിട്ട് വേണം നമ്മൾ ഏതൊരു നെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബോക്സിൻ്റെ ഉള്ളിലാണ് ആ ഒരു നെക്കിൻ്റെ ഡിസൈൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പോട്ട് നെക്കാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ അളവുകൾ എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് വരച്ചല്ലോ, ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ചാണ് നമ്മൾ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ആ 1 ഇഞ്ചിന് ശേഷമുള്ള ബാക്കിയുള്ള ലെങ്ത്ത്, അതായത് അപ്പോൾ ബാക്കി നമുക്ക് 5 ഇഞ്ച് വരും അല്ലേ, അതിൻ്റെ സെൻറ്റർ കാണുക 2.5 ഇഞ്ച്. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സെൻറ്റർ കണ്ടിട്ടുള്ളത് കേട്ടോ. അതിന് ശേഷം ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച്, 1/4 ഇഞ്ച്, 1 ഇഞ്ച് ഈ ഒരു അളവിൽ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും മാർക്ക് ചെയ്യാം. ഞാനിവിടെ 1/4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതും ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഞാൻ 1/4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ 1 ഇഞ്ചിൽ നിന്ന് ഈ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മാർക്ക് ചെയ്തില്ലേ, അതിലേക്ക് ടച്ച് ചെയ്യാം. അതിന് ശേഷം നെക്ക് വിഡ്ത്തിലേക്ക് വരച്ചു കൊടുക്കാം. ഇതേപോലെ വരച്ചു കൊടുക്കുക. വരയ്ക്കുമ്പോൾ നിങ്ങൾ പെൻസിൽ കൊണ്ട് വേണം വരയ്ക്കാനായിട്ട്. ആ 1 ഇഞ്ചിൽ നിന്ന് 1/4 ഇഞ്ചിലേക്ക് ടച്ച് ചെയ്തു. അതിന് ശേഷം നെക്ക് വിഡ്ത്തിലേക്കും ടച്ച് ചെയ്ത് വരച്ചു. ഇനി ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് റൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ കാണിച്ചു തന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആം ഹോൾ കർവ്, അതായത് ഫ്രഞ്ച് കർവ് എന്നും പറയും, ആം ഹോൾ കർവ് എന്നും പറയും കേട്ടോ അതിനെ. അതുപോലെ എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ്, റൗണ്ട് ഷേപ്പിലുള്ളൊരു അടപ്പ് എടുത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പം നിങ്ങൾ പേപ്പർ കട്ട് ചെയ്യുന്ന കത്രിക കൊണ്ട് തന്നെ കട്ട് ചെയ്യണം. ക്ലോത്ത് കട്ട് ചെയ്യുന്ന കത്രിക എടുത്തിട്ട് ഒരിക്കലും പേപ്പർ കട്ട് ചെയ്യരുത് കേട്ടോ, അതിൻ്റെ മൂർച്ച പോവും. അപ്പോൾ എപ്പോഴും പേപ്പർ കട്ട് ചെയ്യുന്ന കത്രിക എടുക്കണേ. ഇത് ഞാൻ 1/2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ആ കർവ്. ബാക്കിയുള്ള അളവുകളൊക്കെ കറക്റ്റാണ്. ഉള്ളിലേക്ക് കൊടുക്കുന്ന ആ ഒരു അളവ് 1/2 ഇഞ്ചാണ് ഉള്ളിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 1/2 ഇഞ്ചിൻ്റെയും 1/4 ഇഞ്ചിൻ്റെയും ഡിഫറൻറ്റ് ഒന്ന് നോക്കുക കേട്ടോ. ചെറിയൊരു ഡിഫറൻ്റാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു 1/2 ഇഞ്ചിലൂടെ ഇതേപോലെ ബാക്കി എല്ലാ മെഷർമെൻറ്റും കറക്റ്റാണ്. ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നത് കുറച്ച് ലെങ്ത്ത് കൂടുതൽ ഒന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ലൈനാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ 1/2 ഇഞ്ച് കൊടുത്തപ്പോഴുള്ള ആ ഒരു കർവും അതുപോലെ തന്നെ 1/4 ഇഞ്ച് കൊടുക്കുമ്പോഴുള്ള ആ കർവ് കുറച്ചും കൂടെ ഉള്ളിലേക്ക് കർവ് ചെയ്ത് നിൽക്കും. ഇതാണ് ഇതിന് തമ്മിലുള്ള ഡിഫറൻറ്റ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ക്യാൻവാസിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ക്യാൻവാസും നമ്മൾ പാറ്റേൺ ചെയ്തില്ലേ, പേപ്പർ മടക്കിയില്ല, അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് മടക്കുക. അപ്പോൾ ഇതിന് 2 ഭാഗമുണ്ട്. ഒരു ഭാഗം റഫായതും ഒരു ഭാഗം നല്ല മിനുസമുള്ള ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ റഫായ ഭാഗത്താണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ സെയിം അളവിൽ തന്നെയാണ്. നിങ്ങൾക്ക് ആ പാറ്റേൺ ചെയ്തിട്ടാണെങ്കിൽ പാറ്റേൺ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് പാറ്റേണിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് അളവുകൾ തമ്മിൽ മാർക്ക് ചെയ്തതിന് ശേഷം വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പാറ്റേൺ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇതുപോലെ ബോക്സ് വരച്ചെടുത്തു. കോർണറിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ കാണാം. സെൻറ്ററിൽ നിന്ന് നമുക്ക് എത്രയാണോ വേണ്ടത് 1/2 ഇഞ്ച് തൊട്ട് 1 ഇഞ്ച് വരെ നമുക്ക് ഉള്ളിലേക്ക് കർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക.
പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പം തെന്നി പോവാതിരിക്കാൻ ഇതുപോലൊരു പിൻ ചെയ്ത് വെക്കണേ. അപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരുപാട് പ്രാക്ടീസ് ആയവർക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ബിഗിനേഴ്സിനാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. ഈ ഒരു ക്ലാസ് കൂടുതലായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം. കണ്ടോ, ഇത്രയും ലെങ്ത്തൊന്നും നമുക്ക് ക്യാൻവാസിൽ വേണ്ട. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ കറക്റ്റ് ലെങ്ത്തിൽ നിന്ന് ഒരു ഇഞ്ച് വരെ, 1/2 ഇഞ്ച് മതി. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ 1 ഇഞ്ചോളം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് വരച്ച് അത് ബാക്കിയുള്ളത് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്യാൻവാസിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ അളവുകളൊക്കെ നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്രയും നമുക്ക് വേസ്റ്റ് ആയി പോകും കേട്ടോ ക്യാൻവാസ്. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ വേണോ അല്ലെങ്കിൽ ഇതേ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതേ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഈ ഒരു നെക്ക് വരച്ചില്ലേ, അതേ സെയിം ഷേപ്പിൽ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. 1 ഇഞ്ചാണ് ഈ ഒരു ക്യാൻവാസിൻ്റെ അകലം വെച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുക, മാർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലായല്ലോ ക്യാൻവാസിൽ. ഇനി ഇതൊരു ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനായിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ചെറിയൊരു നോട്ട്സ് കൊടുക്കുക. അതിനുശേഷം നോട്ട്സിൻ്റെ രണ്ട് സൈഡിൽ, നോട്ട്സിൻ്റെ അവിടെ നിന്ന് 2 സൈഡിലേക്കും നമ്മുടെ ഈ ഒരു നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്യുന്നത് ഒന്നുമല്ല, നിങ്ങൾ ചിലപ്പോൾ അളവുകൾ, അതായത് നമ്മൾ ക്യാൻവാസ് വൈഡായി പോയിട്ട് ഒട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് അളവിലൂടെ നമുക്ക് വെച്ചാൽ കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ വൈഡായി പോകും. അതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ഇതിലൊരു മിനുസ്സുള്ള ഭാഗമുണ്ട്, നല്ല ഷൈനിങ് ആയിട്ടുള്ള ആ ഭാഗം ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗം ക്ലോത്തിലേക്ക് വെച്ചതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. റഫായ ഭാഗമല്ല, നല്ല മിനുസ്സുള്ളൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ ക്ലോത്തിൽ അയൺ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അയൺ ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് കീ ഹോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. കീ ഹോളിനൊക്കെ ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ആദ്യം ഞാനൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക 3 ഇഞ്ച്. താഴേക്ക് നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചും കൊടുക്കുക. അത് ബോക്സ് വരച്ചു കൊടുക്കുക. ഇതുപോലെ ബോക്സ് വരച്ചതിന് ശേഷം എക്സ്ട്രാ ഒരു 3 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ലെങ്ത്തിൽ നിന്നും എക്സ്ട്രാ 3 ഇഞ്ച് കേട്ടോ. മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇതേ സെയിം തന്നെ ബോക്സ് വരച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്തത്. കറക്റ്റ് ലെങ്ത്ത് 6 ഇഞ്ചാണ്. അതിന് ശേഷം എക്സ്ട്രാ ലെങ്ത്താണ് നമ്മൾ 3 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വരെ 2.5 ഇഞ്ചൊക്കെ കൊടുക്കുക കേട്ടോ. ഇനി ഇത് സാധാരണ റൗണ്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ടിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ റൗണ്ട് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 3/4 ഇഞ്ച് 1 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു എക്സ്ട്രാ കൊടുത്ത ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ 3 ഇഞ്ച്, അതിൻ്റെ സെൻറ്റർ കാണാം. എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് 2 ഇഞ്ച് ഉള്ളിലേക്ക് കേട്ടോ, 2-2.5 ഇഞ്ച് വരെ നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കുക. അതിന് ശേഷം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് അളവുകൾ മാർക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണുക കേട്ടോ. അതുപോലെ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ഇത് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കറക്റ്റ് അളവിലൂടെ തന്നെ കട്ട് ചെയ്യുക. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സുകളോ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ല. കാരണം ട്യൂട്ടോറിയൽ വീഡിയോസ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കാണരുത് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്യുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നെക്ക് വിഡ്ത്ത് വൈഡായി പോവില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഈ കൂടുതലുള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക.
കണ്ടപ്പോൾ നെക്ക് വിഡ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു ഭാഗത്ത് നമുക്ക് വേറൊരു പീസ് വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻവാസ് ഇതിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ക്യാൻവാസും അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ അയൺ ചെയ്യുമ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയും കൂടി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഈ ഒരു 3 വശവും ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതിൻ്റെ 3 വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് വേറൊരു ക്ലോത്തിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ഒരു സെൻറ്ററിൽ നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനും ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. 2 കട്ടിങ്ങും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, അതായത് ഒരു ചുരിദാറിലോ ഫ്രോക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ മെത്തേഡ് നമുക്ക് അപ്പോൾ പഠിക്കാം. ഇത് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് മാത്രമാണ് കാണിച്ചു തരുന്നത്. ക്യാൻവാസിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്നതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ ഒരു ബോൾ പിന്ന് എടുക്കുക. ബോൾ പിൻ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇവിടേക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിൽ തട്ടാൻ പാടില്ല, ക്യാൻവാസിൻ്റെ മീതേക്ക് കയറാൻ പാടില്ല. ഈ ക്യാൻവാസിൻ്റെ കറക്റ്റ് അരികിലൂടെ, അതായത് ക്ലോത്തിൻ്റെ ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ല, മീതേക്കും വരാൻ പാടില്ല. കറക്റ്റ് ക്യാൻവാസിൻ്റെ ഈ ഒരു അരികത്തൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് പോകുന്ന ഭാഗമാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസിൻ്റെ മീതേക്ക് തട്ടാൻ പാടില്ല കേട്ടോ. ഈ ഒരു കോർണർ എത്തിയാൽ ഇതുപോലെ ഫോൾഡ് പൊക്കുക. അതിന് ശേഷം ഒന്ന് തിരിച്ചു കൊടുക്കുക. ആ കറക്റ്റ് ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ നീക്കി കൊടുക്കുക. ഈ കോർണറൊക്കെ എത്തുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഷേപ്പ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അരികത്തു കൂടെ ക്യാൻവാസിൽ തട്ടാതെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. ഈ പിന്നൊക്കെ റിമൂവ് ചെയ്യുക. ഇനി കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണം. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച്. ഇപ്പോൾ ഇങ്ങനത്തെ ക്ലോത്തൊക്കെ ആണെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് തന്നെ ഇടണം. കാരണം ഇത് കണ്ടോ, കണ്ടില്ലേ, നൂല് പിന്നി പോകുന്ന, ക്ലോത്ത് പിന്നി പോകുന്ന കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോത്തിൽ ചെയ്യുമ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോത്തിലാണല്ലോ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ക്യാൻവാസ് ഇല്ലാണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് കറക്റ്റ് മെഷർമെൻറ്റിൽ നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതന്നെയാണ് ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത്. പകരം നമ്മളിവിടെ ക്യാൻവാസ് വെച്ചെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാനൊക്കെ അറിയാമല്ലോ. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഓരോ കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഷേപ്പിൽ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കൊടുക്കണേ. ചെറിയ നൂലുമ തട്ടാതെ ഈ ഒരു കട്ടിങ് കൊടുക്കുക. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് വൈറ്റ് ത്രെഡിൽ കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ക്ലോത്ത് ഏതാണോ കളർ ആ കളറിൽ തന്നെ ത്രെഡ് എടുക്കണം കേട്ടോ. ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കോർണറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ കത്രികയോ പെൻസിലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നിങ്ങനെ, അപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടാനാണ്. ഉള്ളിൽ മടങ്ങിയിരിക്കുന്ന ക്ലോത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ 2 വശവും ഇതേപോലെ ചെയ്യാം. ഞാൻ ഇതോടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടും. ഡ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഈ നെക്കിന് നമുക്കത് കൊടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത് കറക്റ്റ് ലെങ്ത്തിൽ നിന്നും എക്സ്ട്രാ ഒരു 3 ഇഞ്ചോളം നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ, ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ കുറച്ച് താഴേക്ക് ഇറങ്ങി നിൽക്കും. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് മറിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് വേറൊരു പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസിൽ ഇത് ക്യാൻവാസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാൻവാസ് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ക്യാൻവാസ് ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ബലമായിട്ട് നിൽക്കും. അതിന് ശേഷം
ഇതുപോലെ വയ്ക്കുക. ഈ കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നല്ല കറക്റ്റ് വെച്ചതിന് ശേഷം അപ്പോൾ ഈ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുകയും ചെയ്തു. ഇവിടെ നമുക്ക് മറിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഈ ഇതിൻ്റെ അരികത്ത് കൂടെ ഇതേപോലെ ഒന്ന് ഇതേ ഷേപ്പിൽ തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് പ്രസ്സിംഗ് സ്റ്റിച്ച് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. പറഞ്ഞത് മനസ്സിലായല്ലോ. നമ്മൾ അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നിർത്തുക. എന്നിട്ട് വീണ്ടും ഇതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് കാണിച്ചു തരാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതുപോലെ തന്നെയാണ്. ഇവിടെ ഈ ഒരു ഇവിടെ ഇങ്ങനെ 2 പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ കുറച്ച് ഒന്ന് ഗ്യാപ്പ് വന്നു. കണ്ടേ കറക്റ്റ് ഈ ഒരു അളവിലൂടെ അല്ലത് വന്നിട്ട് ഇവിടെ കുറച്ചൊന്ന് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ ഒരു സ്റ്റിച്ച് അഴിച്ചിടുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ച് അഴിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സീം റിപ്പയർ എന്ന് പറയും കേട്ടോ, അല്ലെങ്കിൽ ത്രെഡ് എന്ന് പറയും. അപ്പോൾ ഇതൊന്ന് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ ഇത് അഴിക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബ്ലേഡാണ്, അത് വെച്ചിട്ട് അഴിച്ചാൽ മതി കേട്ടോ. ഇതാ കണ്ടപ്പോൾ നൂല് അങ്ങോട്ട് പൊട്ടിപ്പോക്കോളും. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലോത്ത് ഇങ്ങനെ വലിക്കുമ്പോൾ ഈ നൂലൊന്നാകെ വലിക്കുമ്പോൾ ക്ലോത്ത് ചുരുങ്ങി പോകും. അപ്പോൾ നമ്മുടെ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ ഡാമേജ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീം റിപ്പയർ എടുത്തിട്ട് ഇങ്ങനെ അഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്ര വലിയ ക്ലോത്തിന് ഡാമേജ് വരില്ല. അപ്പോൾ ഇതിൻ്റെ യൂസ് മനസ്സിലായല്ലോ. ഇതിൻ്റെ അരികത്ത് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ നൂലൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ക്ലോത്തൊക്കെ വരുമ്പോൾ ഇതുപോലെ നൂലൊക്കെ പോകും. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമ്മുടെ ചുരിദാറൊക്കെ തയ്ക്കാൻ അതിൻ്റെ സൈഡ് കട്ട് ചെയ്യാൻ ഇനി ഒരു സിസർ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണുള്ളത് കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഈ ഒരു വശം ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇത് നൂല് പിന്നുന്നതൊക്കെ ഇതാണ്, നൂല് പിന്നാതിരിക്കും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു സിസർ ഈ കത്രിക യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കീ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ പോട്ടിനൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്, ഷേപ്പ് ഇത് മാത്രമല്ല വ്യത്യാസമുള്ളത്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇവിടെ പ്രസ്സിംഗ് സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ അടിവശം ഞാൻ ഉണ്ടോ ഇങ്ങനെ സ്ക്വയർ ആയിട്ടായിരുന്നു അല്ലേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് സ്ക്വയർ അല്ല, അതായത് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതേ ഷേപ്പിൽ തന്നെയാണ്. ഈ ക്ലോത്തും ഈ ക്യാൻവാസിൻ്റെ അടിവശം കണ്ടില്ലേ ഇതേ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിവശം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ഇത് സ്ക്വയർ ആയിട്ടല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതേ ഷേപ്പിൽ തന്നെ ക്ലോത്തും കട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കി തയ്ക്കുക. മടക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നമ്മൾ നെക്കിനൊക്കെ ചെയ്തില്ലേ അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എളുപ്പമാണ്. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ചെയ്യുന്ന മെത്തേഡുകളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ കുറച്ചും കൂടിയും നെക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല, നെക്കിന് നോട്ട്സ് തന്നിട്ടില്ല. അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ആ നെക്കൊക്കെ നോട്ട് നോക്കിയിട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക്